ചാനൽ. നമ്മൾ ഇന്നിപ്പം ഉള്ളത് ദേവാസുരം, ആറാം തമ്പുരാൻ, പിന്നെ രാപ്പകലൊക്കെ മൂവി ഷൂട്ട് ചെയ്തിരിക്കുന്ന വരിക്കശ്ശേരി മനയിലാണ്. ഇതിന് വരിക്കശ്ശേരി ഇല്ലം എന്നൊക്കെ പറയാം. നല്ല തറവാട് ഫീലാണ്. നമ്മുടെ ഇവിടെ ഒരു കൊച്ച് ആദിക്കുട്ടനും കൂടി ഉണ്ട്. എന്തേടാ ആദിക്കുട്ടൻ ഹായ് പറഞ്ഞേ. വരിക്കാശ്ശേരി മനയിലെ കൂടുതൽ വിശേഷങ്ങൾക്ക് മുൻപ് നമുക്ക് പോകുന്ന വീഡിയോ ഒക്കെ ഒന്ന് കണ്ടാലോ. നമ്മളുടെ കൂട്ടുകാരൻ വിഷ്ണുവിൻ്റെ നാട് തൃശ്ശൂരാണ്. അപ്പം തൃശ്ശൂർ ട്രിപ്പിനോടൊപ്പമാണ് നമ്മൾ ഈ വരിക്കാശ്ശേരി മനയിലോട്ടും പോകുന്നത്. അങ്ങനെ നമ്മൾ ഓഫീസിലെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരോടാണ് പോകുന്നത്. ദേ കാണുന്നതായിട്ട് കേരള കലാമണ്ഡലം. നമ്മളും അതിൻ്റെ ഫ്രണ്ടിലൂടെയൊക്കെയാണ് പോയത്. പോകുന്ന വഴിയിൽ നമ്മുടെ പറ്റി വരണ്ട് ക്ഷീണിച്ച് കിടക്കുന്ന നീളാനദിയെ കണ്ടു കേട്ടോ. ഭാരതപ്പുഴ. ഈ വലത്ത് സൈഡിൽ കാണുന്നത് ഭാരതപ്പുഴയാണ്. വെള്ളം ഒട്ടും ഇല്ലാണ്ട് വരണ്ട് കിടക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ വരിക്കാശ്ശേരി മനയിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ എല്ലാവർക്കും പാസ് വെച്ചിട്ടാണ് എൻട്രി. ഒരാൾക്ക് 30 രൂപയാണ് എൻട്രി ഫീസ്. വരിക്കാശ്ശേരി മനയുടെ ഫ്രണ്ട് ഭാഗം ആ തലയെടുപ്പോടെ നിൽക്കുന്ന എത്ര കണ്ടാലും മതി വരത്തില്ല കേട്ടോ. കുറേ നേരം തന്നെ ഞങ്ങൾ ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഒട്ടുമിക്ക മലയാള സിനിമയിലും നമുക്ക് ഈ മന പരിചിതമായോണ്ടായിരിക്കാം ഇവിടെ വരുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകുന്നത്. ആറാം തമ്പുരാനായിട്ടും പിന്നെ ദേവാസുരത്തിലൊക്കെ മോഹൻലാൽ വരുന്നതും പിന്നെ രാപ്പകലും ഒക്കെ ഓർക്കുമ്പം തന്നെ നമുക്കിവിടെ നിന്നൊരു ഭയങ്കര ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത്, നമ്മൾ നോക്കി നിന്ന് പോകുന്നതും. ഏകദേശം 300 വർഷങ്ങൾക്ക് മുൻപ് പണിത ഒരു 3 നില കെട്ടിടമാണ് കേട്ടോ ഈ വരിക്കാശ്ശേരി മന. ഇതിനൊരു വിശാലമായ നടുമുറ്റം ഉണ്ട് കേട്ടോ. ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റാണ് ഇതിനകത്തിലോട്ട് കയറുമ്പം തന്നെ. ഈ മനയിൽ ധാരാളം ചുവരിൽ കുറേ നല്ല ചിത്രങ്ങളൊക്കെ കാണാൻ പറ്റും. അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആരുമല്ല, അതുകൊണ്ട് തന്നെ ഞാനൊന്നും പറയുന്നില്ല. നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ. അറ്റ് എ ടൈം 2 പേർക്ക് കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇവിടുത്തെ കിണറിൻ്റെ ഒരു ഇത് കിടക്കുന്നത്.
മനയോട് ചേർന്ന് ഇതിൻ്റെ ഈ കോമ്പൗണ്ടിൽ തന്നെ മനോഹരമായ ഒരു കുളവും പിന്നെ ഒരു ക്ഷേത്രവും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ആ കുളത്തിൻ്റെ അടുത്തോട്ട് പോവുകയാണ് ഞങ്ങളിപ്പോൾ. നല്ല ആഴമുള്ളത് കൊണ്ടാവാം പുറത്തുനിന്ന് വരുന്നവർക്ക് ഇതിലിറങ്ങാൻ പറ്റില്ല കേട്ടോ. നമ്മൾ കുളമൊക്കെ കണ്ടിട്ട് ഇനി തിരിച്ചു പോകാൻ പോവാണ്. ഈ മനയുടെ ചുവരുകളൊന്നും തേച്ചിട്ടില്ല കേട്ടോ. അതൊരു ചെങ്കല്ല് പോലത്തെ ഒരു കല്ല് കൊണ്ടുണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. തേക്കാത്ത അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് മനിശ്ശേരിയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ഈ മന സ്ഥിതി ചെയ്യുന്നത്. മനയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ വലിയൊരു കെട്ടിടം കാണാം. അത് ഈ മനയുടെ പത്തായപ്പുരയാണ് കേട്ടോ. അത്രയും വലിയൊരു പത്തായപ്പുര നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ പണിക്കാർക്കൊക്കെ താമസിക്കാൻ വേണ്ടിയുള്ള ഇടവും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ കെട്ടിടങ്ങളും കാണാൻ പറ്റും ഇവിടെ മനയോട് ചേർന്ന് തന്നെ. അങ്ങനെ വരിക്കാശ്ശേരി മനയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ വളരെ ക്ഷീണിച്ച് ഒരു നാരങ്ങ വെള്ളവും ഒരു മോരും വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി അണ്ണൻ സ്കൂൾ ബാർ എന്ന് പറഞ്ഞിട്ട് ഈ മനയോട് ചേർന്ന് തന്നെ ഒരു അടിപൊളി കടയുണ്ടായിരുന്നു. അവിടുന്ന് വടയൊക്കെ കഴിച്ച് നാരങ്ങ വെള്ളവും മോരും വെള്ളവും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതൊക്കെ കുടിച്ചിട്ട് നമ്മൾ തിരിച്ച് പോകാൻ പോവാണ്. നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.